Hey guys, this is Best Car Picks. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന ജാനുവരി 2026 വന്നിരിക്കുന്ന ടോട്ടൽ കമ്പനികളുടെ സെയിൽസ് ആണ്. ഡെഫിനറ്റ്ലി വാഹന നിർമ്മാണ കമ്പനികളുടെ നമുക്ക് അതിനുശേഷം പിന്നെ ടോപ്പ് 10 വണ്ടികൾ അതുപോലെ ടോപ്പ് 10 SUVs അങ്ങനെ ഓരോന്നായിട്ട് നോക്കാം. ഏതായാലും നമ്മുടെ 14 കമ്പനികളുടെ ലിസ്റ്റിൽ 14th പൊസിഷനിൽ നിൽക്കുന്ന ജീപ്പാണ്. നമ്മളിതിനെ ഇയർ ഓൺ ഇയർ ബേസിലാണ് കമ്പയർ ചെയ്യുന്നത്. കാരണം ജസ്റ്റ് വർഷത്തിന് സ്റ്റാർട്ടിംഗ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിനെ മന്ത് ഓൺ മന്തിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 2025 ഡിസംബർ വെച്ച് കമ്പയർ ചെയ്യേണ്ടി വരും. ആ സമയത്ത് മിക്കവാറും എല്ലാ കമ്പനികൾക്കും സെയിൽസിന് നല്ല ഡ്രോപ്പ് ഉണ്ടായിരുന്നു. എനിവേ കഴിഞ്ഞ മാസം ജീപ്പിന് 228 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അതേസമയം കഴിഞ്ഞ വർഷം അതായത് 2025 ജാനുവരിയിൽ 310 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. 82 വാഹനങ്ങളുടെ വ്യത്യാസം 26.45% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഇയർ ഓൺ ഇയർ കണക്കിൽ ആകെപ്പാട് ഡീഗ്രോത്ത് ഉള്ള രണ്ട് കമ്പനികളേ ഉള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് വന്നിരിക്കുന്ന ജീപ്പിനാണ്. ഇനി നമ്മുടെ അടുത്ത കമ്പനി സിട്രോൻ ആണ്. സിട്രോൻ ആക്ച്വലി നല്ല ഗംഭീര പ്രോഗ്രസ് ഉണ്ട്. ഇയർ ഓൺ ഇയറിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസം 1058 വാഹനങ്ങളുടെ സെയിലാണ് അവർക്ക് കിട്ടിയത്. ജാനുവരി 2025 470 വണ്ടികളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 588 വാഹനങ്ങളുടെ വ്യത്യാസം 125.11% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. മെയിൻ കോൺട്രിബ്യൂഷൻ ഇവരുടെ ലേറ്റസ്റ്റ് എക്സ് മോഡൽസിനാണ്. അതായത് ബസോൾട്ട് എക്സ് ആയിക്കോട്ടെ, C3X ആയിക്കോട്ടെ, എയർക്രോസ് എക്സ് ആയിക്കോട്ടെ, എല്ലാ വണ്ടികൾക്കും അത്യാവശ്യം നല്ല റിസപ്ഷനാണ് കിട്ടിയിരിക്കുന്നത്. പൊതുവെ ഈ ലിസ്റ്റിലെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് ഇതാണ്. പിന്നെ ഫീച്ചേഴ്സില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് വണ്ടിക്ക് നല്ല സെയിലും കൂടി. ഇനി നമ്മുടെ അടുത്ത 12th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നിസ്സാനാണ്. 2502 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ മാസം അവർക്ക് കിട്ടിയത്. 2025 അതായത് കഴിഞ്ഞ വർഷം ജാനുവരിയിൽ 2404 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാം. 98 വാഹനങ്ങളുടെ വ്യത്യാസവും 4.08% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുള്ളൂ. പറഞ്ഞു വരുമ്പം ഗ്രോത്ത് ഉണ്ട്, പക്ഷെ വളരെ ചെറിയ ഗ്രോത്തേ ഉള്ളൂ. ഇനിയിപ്പോൾ നിസ്സാൻ്റെ പുതിയ ടെക്ട്രോൺ എന്ന് പറഞ്ഞ SUV ഒക്കെ വരുമ്പോഴേക്കും വീണ്ടും സെയിൽ കൂടുമായിരിക്കും. പക്ഷെ അത് സത്യത്തിൽ ഫെബ്രുവരിയിൽ ലോഞ്ച് ആവേണ്ടതായിരുന്നു. അതവർ പോസ്റ്റ്പോൺ ചെയ്ത് കുറച്ച് ലേറ്റ് ആക്കി കളഞ്ഞു. ഈ മാസം ഇനി വരാൻ പോകുന്ന ഗ്രാവൈറ്റ് ആണ്. എനിവേ അതുപോട്ടെ, നമ്മുടെ അടുത്ത 11th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഫോക്സ്വാഗൻ ആണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 2710 വാഹനങ്ങളുടെ സെയിലുള്ളൂ. ആക്ച്വലി അത്യാവശ്യം സെയിൽ കുറഞ്ഞു. 3344 വാഹനങ്ങളുടെ സെയിൽ കഴിഞ്ഞ വർഷം ജാനുവരിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് 634 വാഹനങ്ങളുടെ വ്യത്യാസം 18.96% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ആകെപ്പാട് 2 കമ്പനികൾക്ക് ഡീഗ്രോത്ത് ഉള്ളതെന്ന് പറഞ്ഞല്ലോ. അതിൽ രണ്ടാമത്തെ കമ്പനി ഇതാണ്. സോ ടെക്നിക്കലി രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള കമ്പനി ഫോക്സ്വാഗൻ ആണ് നമുക്ക് പറയാം. ബാക്കി കമ്പനികൾക്കെല്ലാം ആക്ച്വലി ഗ്രോത്ത് ഉണ്ട്. ചെറിയ പെർസെൻറ്റേജ് ആണെങ്കിലും അറ്റ്ലീസ്റ്റ് ഗ്രോത്ത് എങ്കിലും ഉണ്ടെന്ന് പറയാമല്ലോ. ഇനി നമ്മുടെ അടുത്ത 10th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി റെനോ ആണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 3715 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ഇവർക്ക് അത്യാവശ്യം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കഴിഞ്ഞ വർഷം 2780 വണ്ടികളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 935 വാഹനങ്ങളുടെ വ്യത്യാസം 33.65% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ 4ാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് കിട്ടിയ കമ്പനി എന്ന് പറയാം. ആൻഡ് ഇവർ കുറച്ച് അപ്ഡേറ്റഡ്, അതായത് നമ്മുടെ ഡ്രൈവർ ഫേസ് ലിഫ്റ്റ് ഇറക്കി, കൈഗ്ര ഫേസ് ലിഫ്റ്റ് ഇറക്കി, അതൊക്കെ ചെറുതായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ മെയിൻ കോൺട്രിബ്യൂഷൻ ഇനിയിപ്പം നമ്മുടെ വരാനിരിക്കുന്ന പുതിയ ഡസ്റ്ററിൻ്റെ തന്നെ ആയിരിക്കും. അതിനിയിപ്പോൾ മാർച്ചിലൊരു വരവെങ്ങ് വരും. അപ്പോഴേക്കും സെയിൽ എന്തായാലും ഇനിയും കൂടിക്കോളും. ഇനി നമ്മുടെ അടുത്ത 9th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി MG ആണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 4843 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷം 4455 വണ്ടികൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 388 വാഹനങ്ങളുടെ വ്യത്യാസം 8.71% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി അത്യാവശ്യം ഡീസൻ്റ് ആണ്. ഇവർക്ക് പിന്നെ വിൻസർ EV ഉള്ളതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് സെയിൽ കൂടിയത്. അല്ലെങ്കിൽ 2000-3000 റേഞ്ചിലൊക്കെ തന്നെയായിരുന്നു MGയും കടന്നിരുന്നത്. പക്ഷേ വിൻസർ EV ഇവരുടെ ഒരു പ്രോപ്പർ ലൈഫ് സേവർ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സൈബർസ്റ്ററും MG M9 ഒക്കെ വന്നു. ഇനിയും ഒരുപാട് വണ്ടികൾ അവർ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. JSW ഗ്രൂപ്പിനുണ്ടല്ലേ വേറെ കുറച്ച് പുതിയ വണ്ടികളും പുതിയൊരു നമ്മുടെ ജെറ്റോർ T2 ബേസ്ഡ് ആയിട്ടുള്ള SUV ഒക്കെ വരും. അത് ഇതായിരിക്കില്ല, MG ബ്രാൻഡിങ്ങിന് അണ്ടറിലായിരിക്കില്ല. പക്ഷേ ഇനി നമ്മുടെ അടുത്ത 8th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി സ്കോഡയാണ്. ഇവർക്ക് പിന്നെ കയ്യിലേക്ക് വന്നപ്പോൾ തൊട്ട് സെയിൽ അത്യാവശ്യം നന്നായിട്ട് കയറിയായിരുന്നു. 5739 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. കഴിഞ്ഞ വർഷം 4133 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 1606 വാഹനങ്ങളുടെ വ്യത്യാസം 38.86% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ 3ാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനി സ്കോഡയാണെന്ന് പറയാം. പിന്നെ അതല്ലാതെ അവർ ഇനിയിപ്പോൾ പുതിയ കോഡിയ കാർസ് ഇറക്കുന്നുണ്ട്. ഒക്ടാവിയ RS ഓൾറെഡി അവരിനി പുതിയ ബാച്ച് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് വണ്ടികൾ ഇനിയും സ്കോഡ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. 7th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ അടുത്ത കമ്പനി ഹോണ്ടയാണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 6193 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷം ജാനുവരിയിൽ 6103 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. വെറും 90 വണ്ടികളുടെ വ്യത്യാസം വന്നിട്ടുള്ളൂ. 1.47% ഗ്രോത്ത് റേറ്റ് ആണ്. വളരെ നല്ല കൺസിസ്റ്റൻസി ആണെന്ന് പറയും. പക്ഷേ എന്നാലും ഓവറോൾ സെയിൽ എടുക്കുമ്പം പണ്ടൊരു കാലത്ത് ഹോണ്ട 10,000 വണ്ടികളൊക്കെ ഈസി ആയിട്ട് വിറ്റുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ പക്ഷേ അത് ജസ്റ്റ് 6000-അടുത്തോട്ട് വന്ന് ചുരുങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് കിട്ടിയിരിക്കുന്ന വണ്ടിയും കമ്പനിയും ഹോണ്ടയാണ്. ഇവരിനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ആവശ്യമുള്ള എല്ലാ വണ്ടികളും ഇറക്കി. ഇനിയിപ്പോൾ ഉള്ള വണ്ടികൾ അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. വേണേൽ കുറച്ചുകൂടെ ഫീച്ചേഴ്സൊക്കെ കൊടുക്കാം, പവർ ട്രെയിൻ ഓപ്ഷൻസ് കൊടുക്കാം. അതൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്.
ഇനി നമ്മുടെ അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി കിയ ആണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 27,603 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ഏറ്റവും ബെസ്റ്റ് സെയിലാണെന്ന് പറയാൻ പറ്റില്ല. ഏകദേശം ഒരു 30,000-അടുത്തൊക്കെ ഇടയ്ക്ക് വെച്ച് സെയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ വർഷം ജാനുവരിയിൽ 25,025 വണ്ടികളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 2,578 വാഹനങ്ങളുടെ വ്യത്യാസവും 10.3% ഗ്രോത്ത് റേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഓൾറൗണ്ടർ സെയിലാണ് എന്ന് പറയാം. അതുപോലെ തന്നെയാണ് ഇനി അടുത്ത നമ്മുടെ 5th പൊസിഷനിൽ നിൽക്കുന്ന ടൊയോട്ടയും. കഴിഞ്ഞ മാസം 30,630 വാഹനങ്ങളുടെ സെയിലാണ് അവർക്ക് കിട്ടിയത്. കഴിഞ്ഞ വർഷം ജാനുവരിയിൽ 26,178 വണ്ടികൾ സെയിലായിരുന്നു. 4,452 വണ്ടികളുടെ വ്യത്യാസവും 17.01% ഗ്രോത്ത് റേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അഗൈൻ ഇവരുടെ ഏറ്റവും ബെസ്റ്റ് സെയിലല്ല. 30,35,000-അടുത്തൊക്കെ ഇടയ്ക്ക് വെച്ച് ടൊയോട്ടയ്ക്ക് സെയിൽ പോയതാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും അഗൈൻ ഒട്ടും മോശം സെയിലാണ് എന്ന് നമുക്കൊരു രീതിയിലും പറയാനും പറ്റില്ല. ഇനി നമ്മുടെ അടുത്ത 4th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഹ്യുണ്ടായി ആണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 59,107 വാഹനങ്ങളുടെ ഡൊമസ്റ്റിക് സെയിൽസാണ് കിട്ടിയിരിക്കുന്നത്. എക്സ്പോർട്ട് എല്ലാം കൂടെ കൂട്ടുമ്പോഴേക്കും 70,000-ന് മുകളിൽ പോകും. പക്ഷെ എന്നാലും നമ്മുടെ ഇന്ത്യയിൽ ഇത്രയാണ് വിറ്റിട്ടുള്ളത്. പക്ഷേ ജാനുവരി 2025 54,003 വണ്ടികൾ സെയിലായിരുന്നു കിട്ടിയത്. അതായത് 5,104 വാഹനങ്ങളുടെ വ്യത്യാസവും 9.45% ഗ്രോത്ത് റേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അഗൈൻ അത്യാവശ്യം നല്ല ഇമ്പ്രസീവ് ആയിട്ടുള്ള സെയിലാണ്. ഡിസംബറിലൊക്കെ അവർക്ക് കുറവായിരുന്നു. 49,000, 45,000, 50,000 ആ റേഞ്ചിൽ എവിടെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പക്ഷെ എന്നാലും ബാക്കി കമ്പനികളൊക്കെ ഒരു സ്റ്റെപ്പ് അല്ല 2-3 സ്റ്റെപ്പ് മുകളിലേക്ക് കയറിപ്പോയി. അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിലേക്ക് ഇപ്പോൾ ഹ്യുണ്ടായിക്ക് എത്താൻ പറ്റുന്നില്ല. മഹീന്ദ്രയാണ് 3rd പൊസിഷനിൽ നിൽക്കുന്നത്. 63,510 വാഹനങ്ങളുടെ സെയിലാണ് ഇവർക്ക് കഴിഞ്ഞ മാസം കിട്ടിയത്. മഹീന്ദ്രയ്ക്ക് ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ഹയസ്റ്റ് ഇത് തന്നെയാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷം ജാനുവരിയിൽ 50,659 വണ്ടികളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. 12,851 വാഹനങ്ങളുടെ വ്യത്യാസവും 25.37% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. പിന്നെ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഇഷ്ടംപോലെ വണ്ടികൾ ഇറക്കുന്നുണ്ട്, ഉള്ള വണ്ടികൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ സ്കോർപ്പിയോ ഒക്കെ ആണെങ്കിലും 15,000-ന് മുകളിൽ വിൽക്കുന്നുണ്ട്. ഇലക്ട്രിക് വണ്ടികളുടെ സെയിൽ നല്ലതാണ്. XUV സാനക്സ് ഇനിയിപ്പോൾ മിക്കവാറും ഒരു 7,000-8,000 ഒക്കെ പിടിച്ചവർ വിൽക്കുമായിരിക്കും. ഇനി 2nd പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ ടാറ്റയാണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 70,222 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷം ജാനുവരിയിൽ 48,075 വണ്ടികളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 22,147 വണ്ടികളുടെ വ്യത്യാസമുണ്ട്. അതൊരു വലിയ ഡിഫറൻസ് ആണ്. 46.07% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ സത്യം പറഞ്ഞാൽ നമ്മൾ സെട്രോയിനിലും കൂടുതൽ പറയേണ്ടത് ടാറ്റയെ പറ്റിയാണ്. കാരണം 50,000-ൽ നിന്ന് 70,000-ലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ജമ്പാണ്. പക്ഷേ 500-ൽ നിന്ന് 1,000-ലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് സ്മോൾ വോളിയം സെയിൽസ് അല്ലെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് നമുക്ക് ഗ്രോത്ത് പെർസെൻറ്റേജ് അത്രയും വ്യത്യാസം വന്നത്. ഇത് പക്ഷേ ഇവർ ഇത്രയും ചെയ്തപ്പോൾ തന്നെ 2nd ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടിയാണ് നമ്മുടെ ഈ ലിസ്റ്റിൽ. വണ്ടിയല്ല, കമ്പനിയാണ് ടാറ്റ ഈ ലിസ്റ്റിൽ. ഇങ്ങനെയൊക്കെ തന്നെ പോവുകയാണെങ്കിൽ ഇപ്പോൾ സിയറയുടെ പ്രൊഡക്ഷനും കൂടെ അതിന് ഒരു കോൺട്രിബ്യൂഷനാണ്. ബട്ട് സ്റ്റിൽ ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ അവർക്ക് ഇനിയും പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടാൻ പറ്റുമെങ്കിൽ അവർ പുതിയ പ്ലാന്റൊക്കെ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ 1,00,000 യൂണിറ്റ്സിന് മുകളിലും വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മാരുതി സുസുക്കി തന്നെയാണ്. കഴിഞ്ഞ മാസം 1,74,529 വണ്ടികളുടെ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷം 1,73,599 വണ്ടികളുടെ സെയിലാണ് കിട്ടിയത്. 930 വണ്ടികളുടെ ഡിഫറൻസ് മാത്രമേ ഇത്രയും ഹൈ വോളിയം സെയിൽസ് ആയിട്ട് ഇവർക്ക് ആകപ്പാടെ വന്നിട്ടുള്ളൂ. 0.54% ആണ് ഇവർക്ക് വന്നിരിക്കുന്ന ഗ്രോത്ത് റേറ്റ്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ വണ്ടികൾ വിറ്റ കമ്പനിയായിട്ട് പോലും ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്നതും ഏറ്റവും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ഓർ സെയിൽസ് വന്നിരിക്കുന്നതും ഇവർക്ക് തന്നെയാണ്. ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ഗൈസ്. അപ്പോൾ ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വണ്ടികൾ വിറ്റിരിക്കുന്ന വാഹന നിർമ്മാണ കമ്പനികളുടെ വീഡിയോ. നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് അങ്ങോട്ട് തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.